ദേവി രക്തമൊക്കെ ഊറ്റി കുടിച്ചു. മാംസം ദേവിയുടെ ഭൂതഗണങ്ങളൊക്കെ ഭക്ഷിച്ചു തീർത്തു. ഇനി ആ ശവത്തിൽ അവശേഷിക്കുന്നത് അത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഈ ചെറിയ സർഗത്തിൽ പറയുന്നത്. 12 പദ്യമേ ഉള്ളൂ. നമുക്ക് വേഗത്തിൽ വായിച്ച് തീർത്തിട്ട് കുറച്ചുകൂടെ ഗൗരവമുള്ള വിഷയത്തിലേക്ക് കടക്കാം. ശ്രീ വസിഷ്ഠവാച, വസിഷ്ഠ മഹർഷിയാണ് പറയുന്നത്. മത്തേന ഭൂതവൃന്ദേന കിഞ്ചിത് ശേഷീകൃതേശവേ ഇദമൂജുഃ പുനർദിക്ഷു ഗിരൗ ദേവാഃ സവാസവാഃ. മതിച്ച എന്ന് പറഞ്ഞാൽ ചോര കുടിച്ച് മത്തുപിടിച്ച ഭൂതഗണങ്ങൾ ശവത്തിൻ്റെ ഒരല്പം മാത്രം ബാക്കി വെച്ചു. ബാക്കിയെല്ലാം അവർ തിന്നു തീർത്തു. അങ്ങനെ ശവത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ പുനർദിക്ഷു ഗിരൗ ദേവാഹ സവാസവാഹ ഇദമൂജുഹു. ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ ലോകാലോക പർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവിടെ ഉപവിഷ്ടരായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: വിദ്യാധരാമരവിഹാര വിമാന ഭൂമാവപ്യാസ്തൃതാന്യശിശിരീകരണായ ഭൂതൈഃ മേധോമയാനി പവനപ്രസൃതാമലാഭ്ര ഖണ്ഡാഞ്ചിതാംബര സമാന്യുരുജാലകാനി. വിദ്യാധരാമര വിഹാര വിമാന ഭൂമൗ. വിദ്യാധരന്മാരും അമരന്മാരും, അതായത് ദേവന്മാരും വിഹരിക്കുന്ന വിമാനഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ദേവലോകത്തുള്ള വിമാനങ്ങൾ വന്നിറങ്ങുന്ന ഭൂമിയാണ്. എയർപോർട്ട് എന്നാണെങ്കിൽ നമുക്ക് പറയാം, ഹെലിപാഡ് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഊർധ്വലോകത്തുള്ള ദേവന്മാരും യക്ഷന്മാരുമൊക്കെ പറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഭൂമി. ആ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അശിശിരീകരണായ ഭൂതൈഃ. ആ ഭൂമിയിൽ മുഴുവൻ അസ്ഥികൾ ചിതറിക്കിടക്കുകയാണ്. ഈ മഹാശവത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലുകളും ഒക്കെ ആ ഭൂമിയിൽ ചിതറിക്കിടക്കുന്നു. മേധോമയാനി പവനപ്രസൃതാമലാഭ്ര ഖണ്ഡാഞ്ചിതാംബര സമാന്യുരുജാലകാനി. മേധോമയം, എല്ലായിടത്തും ഈ ശവത്തിലുണ്ടായിരുന്ന കൊഴുപ്പ്, മേധസ് വ്യാപിച്ചു കിടക്കുന്നു. പവനപ്രസൃതാമലാഭ്ര ഖണ്ഡാഞ്ചിത, ആകാശത്തിൽ കാറ്റുകൊണ്ട് ചിതറിപ്പോയ വെൺമേഘങ്ങളെപ്പോലെ. അങ്ങനെയുള്ള ആ ആകാശം, കാറ്റുകൊണ്ട് ചിതറിയ വെൺമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം പോലെ ഭൂമി കാണപ്പെട്ടു. ദിക്ഷുസ്ഥിതേ ലോകാലോകഗിരോ സ്ഥിത ദേവ ഇദം ഭക്ഷ്യമാണമൂചുഹു. ദിക്കുകളിൽ സ്ഥിതി ചെയ്തിരുന്ന, അതായത് ലോകാലോക പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്ന ദേവന്മാർ ഇനി പറയുന്ന പ്രകാരം പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന വാക്കുകളെ പറഞ്ഞു. വിദ്യാധരാണാം അമരാണാം ച വിഹാരാർത്ഥാനാം വിമാനാനാം സഞ്ചാരഭൂമൗ നഭസ്യപ്യശിശിരീകരണായ ഭൂതൈർദേവീഗണൈർ മേധഃപ്രചുരാണി പവനപ്രസൃതൈരമലൈരഭ്രഖണ്ഡൈരഭി അഞ്ചിതേന അംബരേണ സമാനി ഉരൂണി ആന്ധ്രജാലകാനി ആസ്തൃതാനി. അസ്ഥികൾ മാത്രമല്ല, ആന്ധ്രജാലം, കുടൽമാല എന്നർത്ഥം. ഈ മഹാശവത്തിൻ്റെ വയറിനകത്തുണ്ടായിരുന്ന കുടൽമാലകൾ ദേവന്മാരുടെ വിമാനങ്ങൾ വന്നിറങ്ങുന്ന ഭൂമിയിൽ പരന്നു കിടന്നു. ഒരു പരവതാനി വിരിച്ചതുപോലെ ആ കുടൽമാലകൾ വ്യാപിച്ചിരുന്നു. ദ്വീപേഷു സപ്തസ്വപി പശ്യമേധോ ജലാനി ഭൂതൈഃ പ്രവിസാരിതാനി ഭുക്തം ച മാംസം രുധിരം ച പീതം കിഞ്ചിത് ഗതാ സംപ്രതി ദൃശ്യതാം ഭൂഃ. ദ്വീപേഷു സപ്തസ്വപി പശ്യ മേധോ ജലാനി. ഭൂതൈഹി പ്രവിസാരിതാനി.
ചണ്ഡികാദേവിയുടെ ഭൂതഗണങ്ങൾ ഭൂമിയിലുള്ള 7 ദ്വീപുകളിലും കൊഴുപ്പ്, അതായത് അവർ ആ ശവം ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ കൊഴുപ്പ് സപ്തദ്വീപങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. മാംസമൊക്കെ അവർ ഭക്ഷിച്ചു തീർത്തു. ചോര ആദ്യം ചണ്ഡിക കുടിച്ചു, പിന്നെ ചണ്ഡികയുടെ ഭൂതഗണങ്ങളും ബാക്കിയുണ്ടായിരുന്ന ചോര ഊറ്റി കുടിച്ചു. ഇപ്പോഴെന്താ? കിഞ്ചിത് ഗതാസമ്പ്രതി ദൃശ്യതാം ഭൂഹു. നേരത്തെ ഈ മഹാശവം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട, കാണാൻ പറ്റാതായി തീർന്ന ഭൂമി ഇപ്പോൾ പതുക്കെ പതുക്കെ ദൃശ്യമായി. ഭൂമണ്ഡലം ഇപ്പോൾ മുകളിൽ നിന്ന് ദേവന്മാർക്ക് വ്യക്തമായി കാണാം. കാരണം ആ ശവത്തിൻ്റെ ഭൂരിഭാഗവും ഭക്ഷിച്ചു തീർത്തുവല്ലോ. അപ്പോൾ ആ ഭൂമണ്ഡലം കാണാറായി. ദൃശ്യതാം ദർശനയോഗ്യത. ഇപ്പോഴാണ് ഭൂമണ്ഡലം, ഭൂപീഠം ദേവന്മാർക്ക് മുകളിൽ നിന്ന് വ്യക്തമായി കാണാൻ കഴിഞ്ഞത്. മേധഃ പടൈരാവലിതാഖിലാംഗീ കഷ്ടം സ്ഥിതാ സമ്പ്രതി മോദനാഭൂഃ മേധോമയൈ ശാരദമേഘജാലൈ സകമ്പളാനീവ വനാനി ഭാന്തി. അദൃശ്യങ്ങളായിരുന്ന, മറയ്ക്കപ്പെട്ടിരുന്ന വനപ്രദേശങ്ങൾ ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. മേധഃ പടലൈരാവലിതാഖിലാംഗി. ഭൂമിയെ ദേവിയോടാണല്ലോ നമ്മൾ ഉപമിക്കുന്നത്, ഒരു സ്ത്രീയോടാണ് ഉപമിക്കുന്നത്. ആ ഭൂമി ദേവിയുടെ ശരീരം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലം മുഴുവൻ കൊഴുപ്പ് കൊണ്ട് അല്ലെങ്കിൽ മേധസ് കൊണ്ട് ഒരു ആവരണമുണ്ടായി. കഷ്ടം സ്ഥിതാ സമ്പ്രതി മോദനാഭൂഹു. മോദന എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഈ ഭൂമി മേധസ്സിൻ്റെ ഒരു ആവരണം കൊണ്ട് ഇപ്പോൾ മൂടപ്പെട്ട് കിടക്കുന്നത് കാണാൻ അതിദയനീയമായിരിക്കുന്നു. വളരെ കഷ്ടമായിപ്പോയി. ഭൂമണ്ഡലത്തെ കാണാം, പക്ഷേ എല്ലായിടത്തും ഈ മാംസമല്ല മേധസ് വ്യാപിച്ചിരിക്കുന്നു. മേധോമയൈ ശാരദമേഘജാലൈഹി. ശരത്കാല മേഘങ്ങൾ. എങ്ങനെയുള്ള മേഘങ്ങൾ? കൊഴുപ്പിൻ്റെ അംശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മേഘങ്ങൾ. അങ്ങനെയുള്ള മേഘങ്ങളെ കൊണ്ട് സകമ്പളാനീവ വനാനി ഭാന്തി. കമ്പളം, കമ്പിളിപ്പുതപ്പ്. ഭൂമണ്ഡലത്തെ മുഴുവൻ ഒരു കമ്പിളിപ്പുതപ്പ് കൊണ്ട് ആവരണം ചെയ്താൽ എങ്ങനെയോ അതുപോലെ എല്ലാവർക്കും ആനന്ദം നൽകിക്കൊണ്ടിരുന്ന ഈ ഭൂമി കൊഴുപ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അംശം ധാരാളമുള്ള ശരത്കാല മേഘങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട് കാണപ്പെട്ടു. മോദന സർവപ്രാണി പ്രമോദപ്രദ. എല്ലാവർക്കും മോദത്തെ, സന്തോഷത്തെ നൽകുന്നതായതുകൊണ്ടാണ് ഭൂമിക്ക് മോദന എന്ന, ഭൂമിയെ മോദന എന്ന് പേര് പറഞ്ഞ് വിളിച്ചത്. സമ്പ്രതി മേധഃപടലൈർ ആവലിതാഖിലാംഗി. മേധസ്സിൻ്റെ പടലം, കൊഴുപ്പിൻ്റെ പടലം കൊണ്ട് ഇപ്പോൾ ആ ഭൂമി ആവരണം ചെയ്യപ്പെട്ട് കിടക്കുന്നു. സതീസ്ഥിത കഷ്ടം. അങ്ങനെ അതിദയനീയമായ ഭൂമിയെ കണ്ടിട്ട് കഷ്ടം തോന്നി ദേവന്മാർക്ക്. വനാനിച മേധോമയൈഹി ശാരദമേഘജാലൈഹി സകമ്പളാനി ധൂസര കമ്പള സംവീതാനീവ ഭാന്തി. ധൂസരം എന്ന് പറഞ്ഞാൽ ചാരനിറം. ചാരനിറത്തിലുള്ള മേഘങ്ങൾ, വെൺമേഘങ്ങൾ, ഈ കൊഴുപ്പിൻ്റെ അംശം ആ മേഘങ്ങളിൽ വ്യാപിച്ച് ഭൂമി മുഴുവൻ ആ ചാരനിറത്തിലുള്ള മേഘങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു. അത് കണ്ടാൽ ഭൂമിയെ ഒരു കമ്പിളിപ്പുതപ്പ് കൊണ്ട്, ചാരവർണ്ണത്തിലുള്ള ഒരു കമ്പിളിപ്പുതപ്പ് കൊണ്ട് ആരോ മൂടിയതാണോ എന്ന് സംശയം തോന്നും. പശ്യൈതാനി തദസ്ഥീനി സമ്പന്നാനി മഹാദ്രയഃ ഹിമാദ്രിശിഖരാണീവ സ്ഥിതാന്യാവാര്യദിക്തടം. ദേവന്മാർ പരസ്പരം സംസാരിക്കുകയാണ്. പശ്യൈതാനി തദസ്ഥീനി. ഈ അസ്ഥികളുടെ കൂനകളെ നോക്കൂ. സമ്പന്നാനി മഹാദ്രയഃ. പർവ്വതങ്ങൾക്ക് പകരം, പർവ്വതങ്ങളൊക്കെ ഭൂമിയുടെ ഗർഭത്തിലേക്ക് ആണ്ടുപോയി, വലിയ വലിയ ഗർത്തങ്ങളുണ്ടായി, അതിലൊക്കെ പർവ്വതങ്ങൾ അപ്രത്യക്ഷമായി. ഇപ്പോൾ പർവ്വതങ്ങളെപ്പോലെ
ഉയരത്തിൽ കാണപ്പെടുന്നത് അസ്ഥികളുടെ കൂമ്പാരമാണ്. ആ അസ്ഥി കൂനകളെ കാണൂ എന്ന് ഒരു ദേവൻ വേറൊരു ദേവനോട് പറയുകയാണ്. ഹിമാദ്രി ശിഖരാണീവ, ഹിമാലയ പർവ്വതത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങൾ പോലെ ഉയരത്തിൽ കാണപ്പെടുന്ന അസ്ഥി കൂനകളെ കാണൂ. സ്ഥിതാൻ യാവാര്യ ദിക്തടം, ദിക്കുകളെ മുഴുവൻ മറച്ചുകൊണ്ട് ധാരാളം അസ്ഥി കൂനകൾ ഇപ്പോൾ ദേവന്മാർക്ക് കാണാറായി. തസ്യ ശവസ്യ അസ്ഥീനി, ആരുടെ അസ്ഥികളാണെന്ന് ചോദിച്ചാൽ ഈ മഹാശവത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന അസ്ഥികൾ. ശ്രീ വസിഷ്ഠ ഉവാച, വീണ്ടും വസിഷ്ഠ മഹർഷി തന്നെയാണ് പറയുന്നത്. ദേവേഷു കഥയത്സ്വേവം കൃത്വേ മാം മേദിനീം ധരാം മേധോജാലൈഃ സഭൂതൗഘോ മത്തോ വ്യോംനിനനർത്തഃ. വസിഷ്ഠ മഹർഷി ഇതൊക്കെ നേരിൽ കണ്ടതുപോലെയാണ് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ വസിഷ്ഠ മഹർഷി അതൊന്നും കണ്ടില്ല. ഭാസൻ അല്ലെങ്കിൽ വിഭശിത്ത് കണ്ട കാഴ്ചയാണ് വിഭശിത്ത് വിവരിക്കുന്നത്. പക്ഷേ സർവജ്ഞനായ വസിഷ്ഠ മഹർഷി അതിനെയൊക്കെ നേരിട്ട് കണ്ടതുപോലെ രാമനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ദേവന്മാർ ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മേദിനി, മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം. അന്ന് വരെ ഭൂമിക്ക് മേദിനി എന്നുള്ള പേരില്ല. ഈ കൊഴുപ്പിൻ്റെ ആവരണം ഭൂമി മുഴുവൻ വ്യാപിച്ചതുകൊണ്ട്, മേധസ്സുകൊണ്ട് വ്യാപിക്കപ്പെട്ടവളായതുകൊണ്ട് മേദിനി എന്ന പേരുണ്ടായി. പണ്ട് ഭൂമിക്കുണ്ടായിരുന്ന പേര് മോദിനി എന്നാണ്, എല്ലാവർക്കും സന്തോഷത്തെ നൽകുന്നവൾ. ആ മോദിനി എന്നുള്ള പേര് കൂടാതെ ഇപ്പോൾ മേദിനി എന്ന ഒരു പേര് കൂടെ ഭൂമിക്ക് ലഭിച്ചു. മേധോജാലൈ സഭൂതൗഘഃ, മേധസ് കൊണ്ട്, മേധസ്സിൻ്റെ ഒരു ആവരണം കൊണ്ട് ഭൂമി മുഴുവൻ ആച്ഛാദനം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ദേവിയുടെ ഭൂതഗണങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ മത്തോ വ്യോംനിനനർത്തഃ, ഭൂതഗണങ്ങൾക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സന്ദർഭം ഒത്തു വന്നത്. തട്ടഹസിച്ച് തിന്ന് മാംസമൊക്കെ ആവശ്യം പോലെ കഴിച്ച് മതിച്ച് നൃത്തം ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭം ചിരകാലത്തിന് ശേഷമാണ് അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് ആ ദേവിയുടെ ഭൂതഗണങ്ങൾ, പിശാചും പ്രേതങ്ങളുമൊക്കെ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് ആകാശത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. മത്തോ വ്യോംനിനനർത്തഃ സഭൂതൗഘഃ ദേവീഗണഃ തൃപ്തഃ സൻ, ദേവിയുടെ ഗണം, ദേവിയുടെ കൂട്ടം, അനുചരന്മാർ അത്യന്തം തൃപ്തരായിത്തീർന്ന് ഇമാം പീതശിഷ്ടമേധോജാലൈഹി, കുറേ കൊഴുപ്പൊക്കെ ഈ ഭൂതഗണങ്ങൾ തന്നെ അകത്താക്കി ബാക്കിയുണ്ടായിരുന്ന കൊഴുപ്പിൻ്റെ ആവരണമാണ് ഇപ്പോൾ ഭൂമിയിൽ ചിതറിക്കിടക്കുന്നത്. ആ മേദിനിയെ മേധോലിപ്താം കൃത്വ, മേധസ്സുകൊണ്ട് മൂടപ്പെട്ട ഭൂമി, അങ്ങനെയാണ് മേദിനി എന്നുള്ള പേര് വന്നത്. പണ്ട് ആ പേര് ഭൂമിക്ക് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഭൂമിക്ക് മേദിനി എന്നുള്ള പേര് സിദ്ധിച്ചത്. മേധോലിപ്താം കൃത്വ മത്തഹാസന്, മത്ത് പിടിച്ചവരായി തലയ്ക്ക് ലഹരി കയറി വ്യോംനിനനർത്ത, ആകാശത്തിൽ നൃത്തം ചെയ്തു. ഹേതി പ്രസിദ്ധവും. ഹ എന്ന് പറഞ്ഞാൽ അത് വൃത്തപൂരണത്തിന് വേണ്ടി ചേർക്കുന്നതാണ്. പോൽ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. നനർത്തഹ എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്തു പോൽ. നൃത്യത്സു ഭൂതവൃന്ദേഷു ശിഷ്ടം രക്തം സുരൈർഭുവഃ ഏകപ്രവാഹേണൈകസ്മിൻ നിക്ഷിപ്തം മകരാലയേ. നൃത്യത്സു ഭൂതവൃന്ദേഷു, ഭൂതഗണങ്ങൾ ഇങ്ങനെ ആകാശത്തിൽ നൃത്തം തുടങ്ങിയപ്പോൾ ഭൂമിയിൽ അവശേഷിച്ചിരുന്ന രക്തത്തെ ദേവന്മാർ ഏകപ്രവാഹേണ, അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ പ്രവാഹമാക്കി തീർത്ത് കടലിൽ ഒഴുക്കി. ഭൂമിയൊക്കെ വൃത്തിയാവണ്ടേ, നമ്മൾ തൂത്ത് കഴുകി വൃത്തിയാക്കുന്നത് പോലെ എല്ലായിടത്തും കൊഴുപ്പും രക്തവും ഒക്കെ വ്യാപിച്ചു കിടന്ന ജീവജാലങ്ങൾക്ക് അവിടെ കഴിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ അവശേഷിച്ചിരുന്ന രക്തത്തെ മുഴുവൻ അവർ മകരാലയം എന്ന് പറഞ്ഞാൽ മകരമത്സ്യങ്ങളുടെ ഇരിപ്പിടം, സമുദ്രം എന്നർത്ഥം.
ഏതോ ഒരു സമുദ്രത്തിൽ 7 സാഗരങ്ങളുണ്ടല്ലോ, അതിൽ ഒരു സാഗരത്തിൽ ഈ രക്തത്തിനെ മുഴുവൻ ദേവന്മാർ ഒഴുക്കി കളഞ്ഞു. ഏകപ്രവാഹേണ സങ്കല്പകൃതേന സപ്താനാം മധ്യേ ഏകസ്മിൻ മകരാലയെ സമുദ്രേ നിക്ഷിപ്തം. 7 സാഗരങ്ങളിൽ ഏതോ ഒരു സാഗരത്തിൽ അവശേഷിച്ചിരുന്ന രക്തത്തെ മുഴുവൻ ദേവന്മാർ ഒഴുക്കിക്കളഞ്ഞു. സുരാർണവം തമേവൈനം സങ്കല്പം വിദധുസുരാഹ തതഃ പ്രഭൃതി സോദ്യാപി സമ്പന്നോ മതിരാർണവഃ. ഈ രക്തം സമുദ്രത്തിലേക്ക് ഒഴുകിച്ചേർന്ന് അത് മധ്യക്കടലായി മാറി. നമ്മൾ ഇന്നലെ വായിച്ചത് മധ്വർണവ, ഒരു മധ്യക്കടലിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴാണ് മധ്യക്കടൽ രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ വായിച്ച ആ കടലിന് മധു എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. തേൻ എന്നർത്ഥമുണ്ട്, മദ്യം എന്നർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വായിച്ച ആ കടൽ വാസ്തവത്തിൽ മധ്യക്കടലല്ല, അത് തേൻ കടലായിരുന്നു. കാരണം മധ്യക്കടൽ ഇനിയാണ് രൂപപ്പെടുന്നത്. ഈ രക്തമൊക്കെ ഒരു കടലിലേക്ക് ഒഴുക്കി വിട്ടില്ലേ, ആ കടലാണ് സുരാ സമുദ്രമായി മാറുന്നത്. സുരാർണവം തമേവൈനം സങ്കല്പം വിദധുസുരാഹ. ദേവന്മാർ മധ്യക്കടൽ എന്ന് ആ കടലിന് പേര് നൽകി. തതഃ പ്രഭൃതി സോദ്യാപി സമ്പന്നോ മതിരാർണവഃ. അന്ന് മുതൽ ഇന്ന് വരെ അത് മധ്യക്കടലായി തന്നെ നിലനിൽക്കുന്നു. തമേവൈനം സമുദ്രം സങ്കല്പം വിധായ സുരാർണവം വിദധു. സുരാർണവം, സുര എന്ന് പറഞ്ഞാൽ മദ്യം എന്നാണ് അർത്ഥം. മദ്യം എന്ന് പറഞ്ഞാൽ ഉടനെ അത് കള്ളാണോ ചാരായമാണോ അല്ലെങ്കിൽ തെങ്ങും കള്ളാണോ പനം കള്ളാണോ എന്നൊന്നും ചോദിക്കരുത്. മദിപ്പിക്കാൻ കഴിവുള്ള ദ്രാവകം, അത്രയേ അതിനർത്ഥമുള്ളൂ. അത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറാണോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത മദ്യമാണോ, ഇങ്ങനെയൊന്നും ചോദിച്ച് ദയവായി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. മദ്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മദിപ്പിക്കുന്നത്, ലഹരി ഉണ്ടാക്കുന്നത് എന്നാണ് മദ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മധ്യക്കടൽ അങ്ങനെ ദേവന്മാരാൽ രൂപീകൃതമായി. ഭൂതാനി നൃത്തമാകാശേ താനി കൃത്വാ പിബന്തിതാം മതിരാം പുനരാകാശേ നൃത്യന്ത്യാനന്ദമന്ദിരേ. ആനന്ദമന്ദിരമാണ് ഭൂതഗണങ്ങളെ സംബന്ധിച്ച് ഈ ആകാശം. ആകാശത്തിൽ അവർക്ക് മതിയാവോളം നൃത്തം ചെയ്ത് തിമിർക്കാം. ആ ഭൂതങ്ങൾ ഭൂമിയിൽ ഒരു മധ്യക്കടൽ രൂപപ്പെട്ടത് കണ്ടിട്ട് വീണ്ടും താഴേക്കിറങ്ങി വന്ന് ആ മദ്യം കുടിക്കാൻ തുടങ്ങി. വിടുവോ നമ്മൾ? ഓസിന് കിട്ടിയ എന്തെങ്കിലും വിടുവോ? ഓസിന് കിട്ടിയ ഓയിൻമെൻറ്റും കഴിക്കും, ഫ്രീ ആയിട്ട് കിട്ടിയാൽ ഫീനോളും കുടിക്കും. അങ്ങനെയാണല്ലോ പറയുന്നത്. സൗജന്യമായി കിട്ടിയാൽ എന്ത് അടിച്ചു കയറ്റിക്കളയും. അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതാണോ, ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ ഒന്നും നോക്കത്തില്ല. ഇലവശമാ കിടച്ചാനാ എത വേണാലും ചാപ്പിടുവാൻ. ഇലവശം എന്ന് പറഞ്ഞാൽ സൗജന്യം, ഫ്രീ എന്നർത്ഥം. അപ്പോൾ ആകാശത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ആ ഭൂതഗണങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ മധ്യക്കടലിൽ നിന്ന് മദ്യം കോരിക്കുടിച്ചു. എന്നിട്ട് വീണ്ടും ആകാശത്തിലേക്ക് പ്രവേശിച്ച് മുകളിലേക്ക് ഉയർന്ന് അവിടെ നൃത്തം തുടർന്നു. മതിരാം പുനരാകാശേ നൃത്യന്തി ആനന്ദമന്ദിരേ. ആനന്ദ മന്ദിരമാണ് ഭൂതഗണങ്ങളെ സംബന്ധിച്ച് ഈ ആകാശം. തേഷാം ഭൂതാനാം താനി പീതശിഷ്ടാനി മേധോജാലാനി ഭൂതലെ ശുഷ്കാണി അതോ ഹേതോർ മഹീ മേദിനി നാംനാ സ്ഥിത. ഭൂമിക്ക് എങ്ങനെയാണ് മേദിനി എന്നുള്ള പേര് വന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. പിബന്ധ്യദ്യാപിതാനീവ മതിരാം മതിരാർണവാത് ഖേ നൃത്യന്തി ച ഭൂതാനി സഹ യോഗീശ്വരീഗണൈഹി. ഇതിൻ്റെ അടുത്ത പദ്യത്തിലാണ് മേദിനി എന്നുള്ള വാക്ക് എങ്ങനെ ലഭിച്ചത് എന്നുള്ള കാര്യം പറയുന്നത്. പിബന്ധ്യദ്യാപി, ഇന്നും ഈ മദ്യത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മതിരാം മതിരാർണവാത്, മധ്യക്കടലിൽ നിന്നുള്ള ആ മദ്യത്തെ ഭൂതഗണങ്ങൾ ഇന്നും കുടിച്ചുകൊണ്ടിരിക്കുന്നു.
ഖേ നൃത്യന്തി ച ഭൂതാനി, ആകാശത്തിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. സഹ യോഗീശ്വരീ ഗണൈഹി, യോഗീശ്വരിമാരോടൊപ്പമാണ് ഈ ഭൂതഗണങ്ങൾ നൃത്തം ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറും അലവലാതി ഭൂതങ്ങളല്ല. ഭൂതങ്ങൾ പ്രേതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ദേവിയുടെ അനുചരന്മാർ, ഒക്കെ ദേവീ ഭക്തന്മാരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് യോഗിനിമാരോടൊപ്പമാണ് ഈ ഭൂതഗണങ്ങൾ നൃത്തം ചെയ്തത്. തേഷാം താന്യത ഭൂതാനാം മേധോ ജാലാനി ഭൂതലേ വിസ്തൃതാന്യവശുഷ്കാണി സ്ഥിതാതോ മേദിനീ മഹീ. രക്തത്തെ മാത്രമേ ദേവന്മാർ കടലിലേക്ക് ഒഴുക്കി വിട്ടുള്ളൂ. ഈ മേധസ്, കൊഴുപ്പിൻ്റെ ഒരു ആവരണം ഭൂമിയിലുണ്ടായിരുന്നല്ലോ, അതിനെന്ത് സംഭവിച്ചു? തേഷാം താന്യത ഭൂതാനാം മേധോ ജാലാനി ഭൂതലേ. ഈ ഭൂതഗണങ്ങൾ ശവം ഭക്ഷിച്ചപ്പോൾ അതിൽ നിന്ന് സ്രവിച്ച മേധസ്, ആ മേധസ് കൊഴുപ്പ് ഭൂമിയിൽ അങ്ങനെ തന്നെ തങ്ങിയിരുന്ന് അവ കാലക്രമത്തിൽ ഉണങ്ങി. വിസ്തൃതാന്യവശുഷ്കാണി, വെയിലും മറ്റും വരുമ്പോൾ ഈ കൊഴുപ്പിൻ്റെ ആവരണം കാലക്രമത്തിൽ ശുഷ്കമായി ഉണങ്ങി. സ്ഥിതാതോ മേദിനീ മഹി, അങ്ങനെ ഭൂമിക്ക് മേദിനി എന്നുള്ള പേര് ലഭിച്ചു. തേഷാം ഭൂതാനാം താനി പീതശിഷ്ടാനി മേധോജാലാനി, ഭൂതഗണങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം ബാക്കി വന്ന വസ അല്ലെങ്കിൽ കൊഴുപ്പ് ഭൂതലേ ശുഷ്കാണി, ഭൂമിയിൽ കാലക്രമത്തിൽ ഉണങ്ങി. അതോ ഹേതോഹോ മഹി മേദിനി നാംനാ സ്ഥിത, അതുകൊണ്ട് അന്ന് മുതൽ ഭൂമിക്ക് മേദിനി എന്നുള്ള പേര് ലഭിച്ചു. ആ സർഗത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഇതി ക്രമാച്ഛാന്തിമുപാഗതേ ശവേ പുനഃപ്രവൃത്തേ ദിനയാമിനി ക്രമേ പ്രജാസസർജാധ നവാഃ പ്രജാപതിഃ പുനഃസസർഗോ ഭവതത്ര പൂർവവതേ. ഇതി ക്രമാത്, നേരത്തെ വർണ്ണിച്ച രീതിയിൽ, ആ ക്രമത്തിൽ ശാന്തിമുപാഗതേ ശവേ, ശവം ഉപശമത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ആ ശവം മുഴുവൻ അപ്രത്യക്ഷമായി. ഇപ്പോൾ ശവത്തിൻ്റെ പൊടി പോലുമില്ല. പുനഃപ്രവൃത്തേ ദിനയാമിനീക്രമേ, വീണ്ടും സൂര്യൻ ഉദിച്ചു. രാത്രി പകൽ എന്നുള്ള പ്രതിഭാസങ്ങൾ വീണ്ടും ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 9 പ്രജാപതികൾ, പ്രജകളെ സൃഷ്ടിക്കുന്നവരാണ് പ്രജാപതികൾ. കശ്യപ പ്രജാപതിയുണ്ട്, ദക്ഷ പ്രജാപതിയുണ്ട്. ഇവരൊക്കെയാണ് പ്രജാപതികളിൽ മുഖ്യന്മാർ. ആ 9 പ്രജാപതികളും പ്രജകളെ സൃഷ്ടിക്കാൻ തുടങ്ങി. ഭൂമിയിലുള്ള ജീവജാലങ്ങളൊക്കെ നശിച്ചുപോയല്ലോ, അപ്പോൾ വീണ്ടും സൃഷ്ടി തുടങ്ങി പ്രജാപതികൾ. ഈ പ്രജാപതികൾ ആരാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മദേവൻ്റെ പുത്രന്മാരാണ്. ബ്രഹ്മാവ് സൃഷ്ടിച്ചു, അത് കഴിഞ്ഞിട്ട് തൻ്റെ മക്കളെ ആ സൃഷ്ടികർമ്മം അദ്ദേഹം ഏൽപ്പിച്ചു. അങ്ങനെ പ്രജാപതികൾ സൃഷ്ടി തുടങ്ങി. പുനഃസർഗോഭവത് അത്ര പൂർവവത്, അങ്ങനെ ഭൂമിയിൽ നേരത്തെ എങ്ങനെ ആയിരുന്നോ ജീവിതം ഉണ്ടായിരുന്നത്, അതുപോലെയുള്ള ഒരു ജീവിതം ഇപ്പോൾ ആരംഭിച്ചു. സസ്യങ്ങൾ, പക്ഷി, മൃഗാദികൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഭൂമി പഴയതുപോലെയായി, എല്ലാം നോർമലായി. ശവം ഉപശമിക്കുകയും ചെയ്തു. ഏവം ആദിത്യോപി ദേവൈഹി പൂർവവത് സ്വപദമാരോപിതഃ, ആകാശത്തിൽ നിന്ന് എരിഞ്ഞ് താഴേക്ക് വീണ ആ സൂര്യനെ പ്രജാപതികൾ വീണ്ടും ആകാശത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചു. പർവ്വതാദയശ്ച പൂർവവത് ക്ലിപ്ത ഇതി സൂചയന്നാഹ, തകർന്നുപോയ പർവ്വതങ്ങളെയൊക്കെ ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്നും ഈ പ്രജാപതികൾ ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ ഭൂമിയിൽ നേരത്തെ എങ്ങനെയാണോ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത്, അതാത് സ്ഥാനങ്ങളിൽ പർവ്വതങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇതി ഉക്താത് ക്രമാത്, ഇങ്ങനെ വർണ്ണിച്ച രീതിയിൽ ശവേ ശാന്തിം ക്ഷയമുപഗതേ, ശവം ഉപശമത്തെ പ്രാപിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ശവം മുഴുവൻ ഇല്ലാതായപ്പോൾ, ക്ഷയമുപാഗതേ സതി സൂര്യസ്യ സ്വസംസ്ഥാനാരോപണാൻ
മേർവാദീനാം ചോദ്ധരണാത് ദിനയാമിനി ക്രമേ പുനഃ പ്രവൃത്തേ സതി അഥ പ്രജാപതിർ നവാഫ് പ്രജാഹ സസർജ. ഇങ്ങനെ സൂര്യൻ യഥാസ്ഥാനത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. മേരു തുടങ്ങിയ പർവ്വതങ്ങളെയെല്ലാം ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്നും അവയൊക്കെ ഉദ്ധരിക്കപ്പെട്ടു. ദിനവും യാമിനിയും, പകലും രാത്രിയും പണ്ടത്തേതുപോലെ മാറി മാറി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് 9 പ്രജാപതികളും ജീവജാലങ്ങളെ സൃഷ്ടിക്കാനും തുടങ്ങി. അത്ര ഭൂതലേ സഹ സർഗഃ പൂർവവത് അഭവത്. അങ്ങനെ ഭൂമിയിൽ നേരത്തെ എങ്ങനെയായിരുന്നോ ജീവിതം, ജീവജാലങ്ങൾ കഴിഞ്ഞിരുന്നത്, അതുപോലെ ഭൂമിക്ക് ഒരു പൂർവസ്ഥിതി വീണ്ടും ലഭിച്ചു എന്ന് പറഞ്ഞ് ശവോപശമം എന്നുള്ള 135-ാമത്തെ സർഗത്തെ അവസാനിപ്പിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ഗൗരവമായ കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 136-ാമത്തെ സർഗമാണ്. അതിൻ്റെ പേര് മശകവ്യാധബോധനം. ഒരു കൊതുക് ഒരു വേടനെ ഉദ്ബോധിപ്പിക്കുന്നു. ഒരു കഥയാണ്. കൊതുക് വേടന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. കൊതുകിനെ നിസ്സാരമെന്നാണ് നമ്മൾ ഒരൊറ്റ അടിക്ക് കഥ കഴിയുന്ന ഒരു അല്പപ്രാണി എന്നാണോ നമ്മൾ വിചാരിച്ചത്? അല്ല, കൊതുകിലുമൊക്കെ ഗംഭീരന്മാരുണ്ട്. ഒരു കൊതുക് വ്യാധന്, വേടൻ, കാട്ടാളൻ എന്നൊക്കെ അർത്ഥം, ആ കാട്ടാളനെ ഉപദേശിക്കുന്നതാണ്. രസകരമായ ഒരു കഥയാണ്. കഥ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് പല സൂക്ഷ്മമായ തത്വങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ആര് അഗ്നിദേവൻ പറയുന്നത്. വസിഷ്ഠ മഹർഷി അല്ല, അഗ്നിദേവനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സർഗം ആരംഭിക്കുന്നത് ഭാസൻ്റെ സംഭാഷണത്തോടു കൂടിയാണ്. ഇത്രയും നേരം വസിഷ്ഠ മഹർഷി കാര്യങ്ങളൊക്കെ പറഞ്ഞുവല്ലോ. വീണ്ടും ഭാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിപശ്ചിത്ത് പറയാൻ ആരംഭിച്ചു. ഭാസൗവാച അഥാഹം തം മഹാദേവം പാവകം പൃഷ്ടവാനിദം ശുകപക്ഷതി കോണസ്ഥ ശ്രൂയതാമവനീശ്വര. അല്ലയോ ഭൂപതേ. ഭൂപതേ എന്ന് ദശരഥനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. മഹർഷിമാർ പലരും ആ സഭയിലുണ്ടായിരുന്നാലും ആ രാജ്യത്തിൻ്റെ അധിപതി ദശരഥനാണല്ലോ. എപ്പോഴും നമ്മൾ ഒരു സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടിയാൽ സമ്മേളനത്തിനൊരു അധ്യക്ഷൻ ഉണ്ടാവും. അപ്പോൾ അധ്യക്ഷനെയാണ് ആദ്യമായി സ്വീകരിക്കുന്നത്. സ്വാഗത പ്രസംഗം ചെയ്യുന്നയാൾ എന്താ, ആദ്യം സ്വാഗതം ചെയ്യുന്നത് അധ്യക്ഷനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് വിശിഷ്ടാതിഥികളും മറ്റുള്ള ആളുകളുമൊക്കെ, സമ്മാനം വാങ്ങിക്കാൻ വന്നവരും പൊതുജനങ്ങളെയും ഒക്കെ പിന്നീടാണ് സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ ഭാസൻ അഥാഹം തം മഹാദേവം പാവകം, ദേവന്മാരിൽ ശ്രേഷ്ഠനായ അഗ്നിദേവനോട് ഇതം പൃഷ്ടവാൻ, ഇങ്ങനെ ചോദിച്ചു. ശുകപക്ഷതി കോണസ്ഥ. ശുകപക്ഷം, ഒരു പച്ച തത്തയുടെ പുറത്ത് കയറിയാണ് ഈ ഭാസനും അഗ്നിയും അഗ്നിയുടെ ലോകത്തേക്ക് പോയത്. അപ്പോൾ ആ തത്തയുടെ ചിറകിൻ്റെ ഒരു കോണിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ, അതായത് ആ തത്തമ്മയുടെ പുറത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതൊരു കൂറ്റൻ തത്തയായിരിക്കണം. അഗ്നിദേവനെയും ഭാസനെയും കൊണ്ട് പറക്കാൻ കഴിവുള്ള തത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരിസരങ്ങളിൽ കാണപ്പെടുന്ന ഒരു സാധാരണ ചെറിയ തത്തയല്ല. അപ്പോൾ ആ ശുകത്തിൻ്റെ, കിളിയുടെ അല്ലെങ്കിൽ തത്തയുടെ ചിറകിൻ്റെ ഒരറ്റത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ അഗ്നിദേവനോട് ഇങ്ങനെ ചോദിച്ചു. അത് അല്ലയോ ദശരഥ മഹാരാജാവേ, അങ്ങ് കേട്ടാലും. അഗ്നിവാഹനസ്യ ശുകസ്യ പക്ഷതി പക്ഷമൂലം തത്കോണസ്ഥ. അഗ്നിയുടെ വാഹനമായ തത്തയുടെ ചിറകിൻ്റെ ഒരഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ അഗ്നിദേവനോട് ഇപ്രകാരം ചോദിച്ചു. ഹേ അവനീശ്വര ദശരഥ, അല്ലയോ ഭൂമിയുടെ അധിപതിയായ, ഈ കോസല രാജ്യത്തിൻ്റെ അധിപതിയായ ദശരഥ മഹാരാജാവേ, ഞാൻ എന്താണ് അഗ്നിദേവനോട് ചോദിച്ചത് എന്നുള്ളതിനെ
ഞാൻ പറയാം, അങ്ങ് ദയവായി കേട്ടാലും. ഭഗവൻ സർവയജ്ഞേശ സ്വാഹാധിപഹുതാശന കിമിദം നാമ സമ്പന്നം കഥ്യതാം കിമിദം ശവം. നമ്മുടെ മനസ്സിൽ കുറേ ദിവസങ്ങളായിട്ട് ഉദിച്ചിട്ടും നിങ്ങൾ എന്നോട് ചോദിക്കാത്ത, എൻ്റെ മനസ്സിലും ഉയർന്ന ആ സംശയം തന്നെയാണ് ഭാസൻ അഗ്നിദേവനോട് ചോദിച്ചത്. ഈ ശവം എവിടെ നിന്നാണ് വീണത്? ഇത് എന്താണ്? ആരാണ് ഈ ശവത്തെ ഉണ്ടാക്കിയത്? അതാണല്ലോ കഥയുടെ സസ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെ ചോദിക്കുകയാണ്. ഭഗവൻ സർവയജ്ഞേശ, എല്ലാ യജ്ഞങ്ങളുടെയും അധിപനായ അല്ലയോ ഹുതാശന അഗ്നിദേവ, സ്വാഹാധിപൻ എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ഹോമിക്കപ്പെടുന്ന വസ്തുക്കളെയൊക്കെ നമ്മൾ സ്വാഹ എന്നുള്ള വാക്ക് ചേർത്തിട്ടാണ് അഗ്നിയിൽ നിക്ഷേപിക്കുന്നത്. അഗ്നയേ സ്വാഹ, ഇന്ദ്രായ സ്വാഹ, വരുണായ സ്വാഹ, ബൃഹസ്പതയേ സ്വാഹ. അവസാനം അത് ഒരു ശൈലിയായി മാറി. അയാൾക്ക് എത്ര ഭക്ഷണം വിളമ്പിയാലും ഒക്കെ സ്വാഹ എന്ന് പറഞ്ഞാൽ തിന്നു തീർത്ത് കളയുമെന്നർത്ഥം. അഗ്നിയിൽ നിക്ഷേപിക്കപ്പെടുന്ന ഹോമദ്രവ്യങ്ങളെ എങ്ങനെയാണോ അഗ്നിദേവൻ അതിവേഗം ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ ചാമ്പലാക്കുന്നത്, കത്തിച്ച് കളയുന്നത്, അതുപോലെ എന്ത് കിട്ടിയാലും ഭക്ഷിച്ചു തീർക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അവനെ ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് പോയാൽ എല്ലാം സ്വാഹ. അപ്പോൾ സ്വാഹയുടെ അധിപനാണ്. ഇനി അഗ്നിദേവൻ്റെ 2 ഭാര്യമാർ സ്വാഹായും സ്വധായുമാണ്. രണ്ട് പേരാണ് അഗ്നിയുടെ ഭാര്യമാർ. സ്വാഹ എന്ന് പറയുന്നത് ദേവന്മാർക്ക് നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ അതിനെല്ലാം അഗ്നിയിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതാത് ദേവൻ്റെ പേരിൻ്റെ കൂടെ സ്വാഹ എന്നുള്ള വാക്ക് കൂടെ ചേർത്താണ് അഗ്നിയിൽ ഹോമദ്രവ്യങ്ങളെ സമർപ്പിക്കുന്നത്. സ്വധ എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക്, മരിച്ചുപോയ നമ്മുടെ പൂർവികന്മാർ, ആ പിതൃക്കൾക്ക് നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്വധ. സ്വാഹ ദേവന്മാർക്കും സ്വധ പിതൃക്കൾക്കുമാണ്. പക്ഷേ പിതൃകർമ്മങ്ങളൊന്നും അഗ്നിയിലല്ല ചെയ്യുന്നത്. ബലിതർപ്പണം, എള്ള്, പൂവ് തുടങ്ങിയവയും വെള്ളവുമാണ്. പിന്നെ എങ്ങനെയാണ് അഗ്നിയുടെ ഒരു പത്നിയായി സ്വധ എന്നുള്ള ദേവിയെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ജലത്തിൽ അഗ്നിയുണ്ട്. വിഡ്ഢിത്തം വിളിച്ചു പറയല്ലേ നിങ്ങൾ. ഒരുമാതിരി ആടിനെ പട്ടിയാക്കരുത് എന്ന് പറയരുത്. ജലത്തിൽ അഗ്നിയുണ്ട്. സംശയമുണ്ടോ? നമുക്ക് പഞ്ചഭൂത സൃഷ്ടി ഒന്നുകൂടെ ഓർമ്മിക്കാം. ആദ്യം ഉണ്ടായ ഭൂതം ആകാശം. ആകാശത്തിൽ നിന്ന് അടുത്തതായിട്ടുണ്ടായത് വായുവാണ്. ഈ വായുവിൽ മുഴുവൻ ആകാശം വ്യാപിച്ചിരിക്കുന്നു, ഇല്ലേ? ഈ കാറ്റെന്ന് പറയുന്നത്, കാറ്റിനകത്ത് ആകാശം നിറഞ്ഞു നിൽക്കുകയാണ്. ആകാശത്തിലുണ്ടായ കാറ്റിൽ ആകാശം വ്യാപിച്ചിരിക്കുന്നു, വ്യാപിച്ചേ പറ്റൂ. ഇനി വായുവിൽ നിന്നുണ്ടായതാണ് ജലം. ജലത്തിൻ്റെ ഉള്ളിൽ വായു വ്യാപിച്ചിരിക്കുന്നു. കുമിളകളായിട്ട് പൊന്തുന്നത് ഈ വായുവാണല്ലോ. ജലത്തിൽ അല്ല, വായുവിൽ നിന്നുണ്ടായത് അഗ്നിയാണ്, ജലമല്ല. ആകാശം, വായുവിൽ നിന്ന് അഗ്നിയാണ് ഉണ്ടായത്. അഗ്നിയുടെ ഉള്ളിൽ വായു നിറഞ്ഞു നിൽക്കുന്നു. വായുവിൻ്റെ സഹായത്തോടു കൂടിയാണ് അഗ്നി ജ്വലിക്കുന്നത്, കത്തുന്നത്, അണയുന്നത് പോലെ. ശക്തി, ആർക്ക് ശക്തി കൂടുതൽ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അഗ്നിയും വായുവും ഇണപിരിയാത്ത സുഹൃത്തുക്കളാണ്. ജിഗിരി ദോസ്ത് എന്ന് ഹിന്ദിയിൽ പറയും. ആത്മമിത്രങ്ങളാണ് ആര്? അഗ്നിയും വായുവും. അതുകൊണ്ട് ഈ അഗ്നിക്കും വായുവിനും ഓരോ പര്യായങ്ങളുണ്ട്. അഗ്നിസഖ എന്ന് പറഞ്ഞാൽ വായു, വായുസഖ എന്ന് പറഞ്ഞാൽ അഗ്നി. അഗ്നിയുടെ തോഴൻ വായുവും വായുവിൻ്റെ തോഴൻ അഗ്നിയും. മച്ചാൻ എന്നർത്ഥം. രണ്ടുപേരും ആത്മമിത്രങ്ങളാണ്. കാരണം കാറ്റടിക്കുമ്പോൾ അഗ്നി ആളിക്കത്തും.
അഗ്നി ജ്വലിക്കുമ്പോൾ വായു ചൂട് പിടിച്ച് വായു മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഇങ്ങനെ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടായത്. അപ്പോൾ കാര്യത്തിൽ കാരണം വ്യാപിച്ചേ പറ്റൂ. സ്വർണ്ണാഭരണങ്ങളിൽ സ്വർണം വ്യാപിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ആഭരണം എന്നുള്ള കാര്യം ഉണ്ടാവുന്നത്? പ്ലാസ്റ്റിക് കൊണ്ടുള്ള കസേരകളിൽ പ്ലാസ്റ്റിക് വ്യാപിച്ചു നിൽക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. കാര്യത്തിൽ കാരണം വ്യാപിച്ചേ പറ്റൂ. കാരണത്തെ വിട്ട് കാര്യത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് കാര്യത്തിലുടനീളം കാരണം വ്യാപിച്ചിരിക്കണം, വ്യാപിച്ചിരിക്കുന്നു, വ്യാപിച്ചേ പറ്റൂ. വാസ്തവത്തിൽ കാര്യം എന്നുള്ളത് കാരണത്തിൽ നിന്ന് വിഭിന്നമല്ല. കാരണം തന്നെയാണ് കാര്യമായി ചമഞ്ഞതും എന്നാണ് വിവേകാനന്ദ സ്വാമികൾ തൻ്റെ ജ്ഞാനയോഗം എന്നുള്ള വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ ഒരു വോള്യം ജ്ഞാനയോഗമാണ്. ആ ജ്ഞാനയോഗത്തിൽ വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് കാരണം തന്നെയാണ് കാര്യമായി ചമഞ്ഞതും. പ്രപഞ്ചത്തിൻ്റെ കാരണം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് ഈ ലോകം അല്ലെങ്കിൽ വിശ്വം. അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മം വ്യാപിച്ചേ പറ്റൂ. സർവം ബ്രഹ്മമയം. യുക്തിയുക്തമായിട്ടൊരു കാര്യം അവതരിപ്പിച്ചാലും ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് വന്നാൽ ഋഷിമാർ എന്തു ചെയ്യും? സയുക്തികം പ്രതിപാദിക്കുകയാണ്. യുക്തിയോടുകൂടെ, ചുമ്മാ വായി തോന്നുന്നത് വിളിച്ചു പറയുകയല്ല. കാരണത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് കാര്യം. ആ കാര്യത്തിൽ കാരണം ഉടനീളം വ്യാപിച്ചേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് ആദ്യമുണ്ടായ ആകാശത്തിൽ ബ്രഹ്മം, ബോധം വ്യാപിച്ചേ പറ്റൂ. ആകാശത്തിൽ നിന്ന് ഉണ്ടായ വായുവിൽ ആകാശം വ്യാപിച്ചേ പറ്റൂ. വായുവിൽ നിന്നുണ്ടായ അഗ്നിയിൽ വായു വ്യാപിച്ചേ പറ്റൂ. അഗ്നിയിൽ നിന്നുണ്ടായ ജലത്തിൽ അഗ്നി, തീ വ്യാപിച്ചേ പറ്റൂ. ജലത്തിൽ നിന്നുണ്ടായ ഭൂമിയിൽ ജലവും വ്യാപിച്ചേ പറ്റൂ. ഭൂമിയിൽ എവിടെ കുഴിച്ചാലും വെള്ളം കാണാം. എന്തുകൊണ്ട്? വെള്ളത്തിൽ നിന്നുണ്ടായതാണ് ഭൂമി. ആ ഭൂമിയിലുള്ള മനുഷ്യർ വെള്ളം അടിക്കുന്നവരുമാണ്, അല്ലേ? വെള്ളം നമ്മൾ കുടിക്കുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും. ഇങ്ങനെ പിതൃക്കൾക്ക് നമ്മൾ അഗ്നിയിലല്ല ഹോമം ചെയ്യുന്നത്. പിതൃകർമ്മത്തിന്, ശ്രാദ്ധം അല്ലെങ്കിൽ ബലി അതുപോലെയുള്ള കർമ്മങ്ങൾക്ക് നമ്മൾ അഗ്നിയുടെ സഹായം തേടാറില്ല. തിലഹോമം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക കർമ്മമാണ്. അതിന് അഗ്നി ഉപയോഗിക്കാറുണ്ടോ? എള്ള് അഗ്നിയിൽ ചെയ്യല്ലേ? അത് പിതൃക്കളെ ഉദ്ദേശിച്ചാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പ്രധാനമായും നമ്മൾ ചെയ്യുന്ന പിതൃകാര്യം എന്ന് പറയുന്നത് ശ്രാദ്ധം. ശ്രാദ്ധത്തിൽ, ബ്രാഹ്മണർ ചെയ്യുന്ന ശ്രാദ്ധത്തിൽ ചിലർ ഹോമത്തോടു കൂടി ശ്രാദ്ധം ചെയ്യുന്നവരുണ്ട്. പക്ഷേ പിതൃക്കളെ സംബന്ധിച്ച് അവർക്ക് എള്ളും കുറേ പൂക്കളും ജലവും മാത്രം മതി. അതാണ് പിതൃകർമ്മത്തിന് ഉപയോഗിക്കപ്പെടുന്ന ദ്രവ്യങ്ങൾ. അപ്പോൾ സ്വാഹ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് സമർപ്പിക്കപ്പെടുന്ന ദ്രവ്യങ്ങൾ അഗ്നിയിൽ നിക്ഷേപിക്കുമ്പോൾ ആ ദേവൻ്റെ പേരും പറഞ്ഞ് അതിനോടുകൂടി സ്വാഹ എന്ന് ചേർക്കും. പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വധ എന്നുള്ള വാക്കാണ് മന്ത്രങ്ങളുടെ കൂടെ ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്വാഹാധിപ എന്ന് പറഞ്ഞത്. സ്വാഹയുടെ അധിപൻ, സ്വാഹയുടെ ഭർത്താവ്. സ്വധ എന്ന് മറ്റൊരു ഭാര്യയും അഗ്നിദേവനുണ്ട്. ഭഗവൻ സർവ യജ്ഞേശ സ്വാഹാധിപ ഹുതാശന. ഹുതത്തെ അശിക്കുന്നവൻ, ഹോമദ്രവ്യങ്ങളെ ഭുജിക്കുന്നവൻ, കത്തിച്ച് ചാമ്പലാക്കുന്നവൻ അല്ലെങ്കിൽ ഭക്ഷിക്കുന്നവൻ. അങ്ങനെയാണ് അഗ്നിദേവന് ഹുതാശനൻ. അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. ഹുതം ഹോമിക്കപ്പെട്ടത്, ഹോമിക്കപ്പെട്ടതിനെയെല്ലാം ഭക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കത്തിച്ച് ചാമ്പലാക്കുന്നവൻ, തിന്നുന്നവൻ എന്നർത്ഥം. അല്ലയോ ഹുതാശന, കിമിതം നാമ സമ്പന്നം കഥ്യതാം കിമിതം ശവം. എന്താണ് ഇവിടെ സംഭവിച്ചത്? ശവം മുകളിൽ നിന്ന് പൊത്തോന്ന് താഴെ വീണു. അത് കഴിഞ്ഞിട്ട്
അതിനെ പലരും ചേർന്ന് ഭക്ഷിച്ച് തീർത്തു. അതിൻ്റെ കൊഴുപ്പ് ഭൂമി മുഴുവൻ വ്യാപിച്ചു. അതൊക്കെ കാലക്രമത്തിൽ വറ്റി വരണ്ടു. പക്ഷേ ഈ ശവമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായത്? മുകളിൽ നിന്ന് അങ്ങനെ വൺ ഫൈൻ മോർണിംഗ് താഴെ വീഴാൻ പറ്റില്ലല്ലോ. ഇനി അതെന്താണ്? ഇതൊന്ന് പറഞ്ഞു തന്നാലും. ഇതാണ് ഭാസൻ അഗ്നിദേവനോട് ആവശ്യപ്പെടുന്നത്. യദിദം ഇദാനീം ശവം നാമ സമ്പന്നം, മഹാശവം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അത് തത്പൂർവം കിം, ഈ ശവമായി മാറുന്നതിന് മുമ്പ് അതെന്തായിരുന്നു? അതായത് ശവത്തിൻ്റെ കാരണത്തെയാണ് അഗ്നിദേവനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കിം നിമിത്തം ച തഥാ സമ്പന്നമിതി ദ്വൗ പ്രശ്നവും. രണ്ട് ചോദ്യങ്ങളാണ് ഭാസൻ അഗ്നിദേവനോട് ചോദിക്കുന്നത്. ഒന്ന്, ഈ മഹാശവം ഈ രൂപത്തിലാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? പിന്നെ അതെങ്ങനെയാണ് ഈ രൂപത്തിലായത്, ശവമായി മാറിയത്? എല്ലാറ്റിനും ഒരു കാരണം വേണമല്ലോ. കാരണമില്ലാതെ കാര്യമില്ല. കാര്യത്തിൻ്റെ ആദിമരൂപമാണ് കാരണം. ഒരു ശരീരമുണ്ടെങ്കിൽ ആ ശരീരത്തിന് ഒരു ബീജം കാരണമായി ഉണ്ടായിരുന്നിരിക്കണം, പിതൃബീജം. ഇങ്ങനെ എല്ലാ ജീവി ശരീരങ്ങളും ബീജത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ബീജം എന്ന് പറഞ്ഞാൽ വിത്ത്. ഒരു മഹാവൃക്ഷം ഉണ്ടാകുന്നത് വിത്തിൽ നിന്നാണ്. അപ്പോൾ എല്ലാറ്റിനും കാരണമുണ്ടാവണം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കാര്യകാരണങ്ങളുടെ ഒരു ശൃംഖല അല്ലെങ്കിൽ ചങ്ങലയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉത്പത്തിക്ക് കാരണം നമ്മുടെ മാതാപിതാക്കൾ. അവരുടെ ശരീരങ്ങളുടെ ഉത്പത്തിക്ക് കാരണം അവരുടെ മാതാപിതാക്കൾ. ഇങ്ങനെ പുറകിലേക്ക് പോയാൽ ആദ്യത്തെ മാതാപിതാക്കൾ ആരായിരിക്കും? കണ്ടുപിടിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനികൾ പറയുന്നത് ആദമും ഹവ്വയുമാണ് എന്നാണ്. മനുഷ്യരാശി ഈ സ്ത്രീ പുരുഷന്മാരിൽ നിന്നാണ് ഉദ്ഭവിച്ചത് എന്നാണ് പറയുന്നത്. ആദവും ഹവ്വയും. ആ ആദവും ഹവ്വയും ക്രിസ്ത്യാനിറ്റിയിലുള്ളതല്ല. നമ്മുടെ ഭവിഷ്യപുരാണം എന്ന് പറഞ്ഞൊരു പുരാണമുണ്ട്. അതിൽ നിന്ന് എടുത്ത് അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് ഉണ്ടാക്കിയ കഥയാണ് ആദത്തിൻ്റെയും ഹവ്വയുടെയും കഥ. ഈ ആദം എന്നുള്ളതിനെ നമ്മുടെ ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദമഹ എന്നാണ്. ആദമഹ എന്നുള്ളതിനെ ആദം എന്ന് അവർ മാറ്റി. ഹവ്യവതി എന്നുള്ളതിനെ ഹവ്വ എന്ന് മാറ്റി. സംശയമുണ്ടെങ്കിൽ ഭവിഷ്യപുരാണം ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ച് നോക്കൂ, അല്ലെങ്കിൽ അതിൻ്റെ തർജ്ജമ വായിച്ച് നോക്കൂ. ഇതിനൊക്കെ ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ട്, ചുമ്മാ പറയുന്നതല്ല. അതിൽ ഈ ആദത്തിൻ്റെ ഹവ്വയുടെയും കഥ പറയുന്നുണ്ടല്ലോ. വിലക്കപ്പെട്ട കനി നീ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആദമൻ അവിടെ ചെന്നു. ആദമനെ അതിനെ പ്രലോഭിപ്പിച്ചത് ഒരു പാമ്പായിരുന്നു. ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം പറഞ്ഞു, ഈ വനത്തിലുള്ള കനികൾ നീ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ സർപ്പം എന്നുള്ളതിനെ അവർ ചെകുത്താൻ എന്നാണ് പറയുന്നത്. ഈശ്വരൻ്റെ എതിരാളിയാണല്ലോ ചെകുത്താൻ. ആ ചെകുത്താൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ആദമിനെ ആ വിലക്കപ്പെട്ട കനികൾ ഭക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. ആ പ്രേരണയ്ക്ക് വശംവദനായി ആദം ആ കനികളെ ഭക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം നരകത്തിലേക്ക് പോയിന്നു. സ്വർഗത്തിലാണ് ഈ കനികൾ. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം താഴെ പതിച്ചു എന്നാണ് അവരുടെ കഥ. നമ്മുടെ ഭവിഷ്യപുരാണത്തിൽ ഇതിന് ഇതുപോലെയുള്ള ഒരു കഥ ഉണ്ട്. പക്ഷേ അതൊക്കെ അതിസൂക്ഷ്മമായ ആധ്യാത്മിക തത്വങ്ങളാണ്, വെറും കഥയല്ല. നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള കഥകൾ ഓരോന്നും പണ്ട് നടന്ന ചരിത്രമല്ല. അതിനൊക്കെ സൂക്ഷ്മമായ അർത്ഥമുണ്ട്, പ്രതീകാത്മകമായ വിവരണങ്ങളാണ് അതെല്ലാം. അതൊക്കെ അറിയാവുന്ന ആരെങ്കിലും വിശദീകരിച്ച് തരുമ്പോൾ നമുക്ക് നമ്മുടെ മതത്തെക്കുറിച്ച് അഭിമാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്.